ഹലോ ഗൈസ്, നമുക്കൊരു കുനാഫ ആയാലോ? ഇനി കടയിലൊന്നും പോണ്ട, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള സേവിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചാൽ നമ്മളിപ്പോൾ കുനാഫ ഉണ്ടാക്കുന്നത്. ഇനി കടയിലൊന്ന് ഓടിപ്പോയി കുനാഫ കഴിക്കാൻ വേണ്ടിയിട്ട് തപ്പണ്ട. അല്ലെങ്കിൽ നമ്മൾ സൊമാറ്റോ, സ്വിഗ്ഗി എല്ലാം തപ്പിപ്പറക്കി ഓർഡർ ചെയ്തല്ലേ ഒരു കുനാഫ കഴിക്കുന്നത്. അപ്പോൾ അത് വേണ്ട കേട്ടോ. ഇനി വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. വളരെ തിന്നാട്ടോ ഇത്. ആ തിന്നായിട്ടുള്ള സേമിയ പൊടിച്ച് വറക്കിയെടുത്ത് അതിലോട്ട് ഒരു സ്പൂണ് ഗീ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്കതിൻ്റെ കൂടെ അതിനകത്ത് വെക്കാനൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. 2 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, ഒരു അര സ്പൂണ് മൈദ. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അര കപ്പ് പാലൂടെ എടുത്തിട്ട് അതിലോട്ടൊഴിച്ച് ആദ്യം ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ ഇതിനെ നമുക്ക് നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 2 മിനിറ്റ് കൈവിടാതെ ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഇത് നല്ല ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് മാറിക്കിട്ടും. ഈ പരുവത്തിൽ ഇപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ, കട്ട പിടിക്കരുത്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇത് ഷുഗർ സിറപ്പിലാണ് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 സ്പൂൺ പഞ്ചസാര മതിയാകും. അതിലോട്ട് നമുക്ക് അതല്പം തണുത്തതിന് ശേഷം നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഈ ചീസ് ഞാൻ മിക്സ് ചെയ്തിട്ട് അതിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു, ചാടിപ്പോകുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ടുള്ള ഷുഗർ സിറപ്പ് ഇതാ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത്രയും അളവൊന്നും വേണ്ട കേട്ടോ, ഒരല്പം മതി. ഇത് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പകുതി മതിയാവും. ഒരല്പം സിറപ്പേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തെടുത്ത് അതിന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് അതും ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു അര മുറി നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ജ്യൂസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഈ ഷുഗർ സിറപ്പ് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇതിനെ കഴിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ എടുത്ത് അതിലോട്ടൊരല്പം നെയ്യ് തേച്ച് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് എത്രയാണോ ഉള്ളത് അതിനൊന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ പകുതിയാണ് ആദ്യം എടുക്കുന്നത്. കാരണം അകത്ത് ഫില്ലിങ് വെച്ചിട്ട് അത് മേളിലൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി സേമിയ എടുത്ത് നമുക്കതിനെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് കൂടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ബാക്കി വെച്ചിട്ടുള്ള സേമിയ മിക്സ് നമുക്ക് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. അധികം പ്രസ് ചെയ്ത് ഇതിൻ്റെ അകത്തിരിക്കുന്നതിനൊന്നും പുറത്ത് കൊണ്ടുവരരുത്, പക്ഷേ ഫുള്ള് കവറാവുകയും വേണം. ആ രീതിക്ക് ഒന്ന് സെറ്റ് ആവുകയും വേണം. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന്, അതായത് നമ്മളിതിനെ തിരിച്ച് മറിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും പൊളിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിനെ ഫുള്ള് ഫില്ലിങ് എല്ലാം കവർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ പരുവത്തിൽ. ഇനി ഇതിനെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനധികം സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് വീതം മതി ഓരോ സൈഡും മോരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഒരടപ്പ് വെച്ച് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതിന് ഒരു 5 മിനിറ്റ് നമുക്കത് കാണാൻ പറ്റും. അടിയിൽ കളർ ചേഞ്ചായി വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അതിന് നമുക്ക് മറിച്ചിടാം. അതധികം കരിയിക്കരുത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് അതും വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ കൂടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് റെഡിയായോ. അങ്ങനെ നമ്മളിവിടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ അലങ്കോല പണികളാണ്. അതായത് നമ്മളെപ്പോഴും കാണുമ്പോൾ പിസ്ത വെച്ച് ഡെക്കറേറ്റ് ചെയ്യാറുണ്ടല്ലേ ഇതിൻ്റെ മുകളിൽ. അങ്ങനെ നമുക്ക് കുറച്ച് പൊടിച്ച പിസ്തയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് കൂടെ ഒഴിച്ചാൽ കഴിക്കുന്നത്. പൊളി ടേസ്റ്റാട്ടോ. നോക്കി, ഡെക്കറേഷൻ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് പഞ്ചസാരയുടെ ഷുഗർ സിറപ്പ് എടുത്തിരുന്നു, പക്ഷെ ഒരു 2-3 സ്പൂൺ എടുത്തപ്പോൾ തന്നെ അത്ര ആവശ്യം വന്നോളൂ ഇതിന്. അപ്പോൾ നമ്മൾ കട്ടിങ് പ്രോസസ്സിലോട്ട് കിടന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് ഈ കട്ട് ചെയ്യുന്ന നേരം മാത്രമേ ഈ കോലത്തിലിരുന്നുള്ളൂ. എത്ര സെക്കൻഡ് കൊണ്ടാണ് ഇത് തീർന്നതെന്നറിയത്തില്ല, അത്രയും ടേസ്റ്റായിരുന്നു. പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റായത്.